പ്രിയങ്ക ഗാന്ധി ഇതാ കടന്നു വരുന്നു. അവർ അഭിവാദ്യം ചെയ്യുന്നു പ്രവർത്തകരെ. വലിയ ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നു വയനാട്. രാഹുൽ ഗാന്ധിയും ഇതാ കടന്നു വരുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്, നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. അല്പസമയത്തിന് റോഡ് ഷോ ആരംഭിക്കും. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്ക് തൊട്ടുപിറകിലായുണ്ട്. ടി സിദ്ദിഖുണ്ട്, PK ബഷീർ MLA ഉണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അബ്ദുൽ വഹാബ് ഉണ്ട്, അതോടൊപ്പം തന്നെ വണ്ടൂർ MLA AP അനിൽകുമാർ ഉണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ സാന്നിധ്യം, മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. റോഡ് ഷോ ആരംഭിക്കുന്നു. പ്രവർത്തകർ ആവേശപൂർവ്വം ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധി വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ പൊതുവിലയിരുത്തൽ ആകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് UDF പറയുന്നത്. രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം എത്തിയത് പടമലയിൽ അജീഷ് എന്ന കർഷകനെ കാട്ടാന കൊലപ്പെടുത്തി പാക്കത്തെ പോളിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി എത്തി. വാഗേരിയിൽ അജീഷിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി എത്തി. ഏറ്റവും ഒടുവിലെത്തിയത് അപ്പോഴാണ്. ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ തുടർച്ചയിലാണ് അദ്ദേഹം ഇവിടേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ വയനാടിന്റെ മണ്ണിലേക്ക് എത്തിയത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. ഇന്ത്യ മുന്നണിയിലെ സമുന്നതരായ 2 നേതാക്കൾ മുഖാമുഖം മാറ്റുരയ്ക്കുന്നു. K സുരേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് BJPയും ശക്തമായ മത്സരം വയനാട്ടിൽ സംഘടിപ്പിക്കുന്നു. അത്തരത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ വയനാടിനെ സവിശേഷമാക്കുന്നത്. നേതൃനിര എല്ലാം തന്നെ നമുക്ക് കാണാം. UDFന്റെ പരിച്ഛേദം തന്നെ ഇവിടെ നമുക്ക് ആ തുറന്ന ജീപ്പിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി തങ്ങൾ, മോൻസ് ജോസഫ്, അബ്ദുൽ വഹാബ്, ടി സിദ്ദിഖ്, വണ്ടൂർ MLA ആയിട്ടുള്ള AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, UDFന്റെ നേതാക്കൾ, ഇവരുടെ എല്ലാം തന്നെ സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. കനത്ത സുരക്ഷയുണ്ട്. ആ സുരക്ഷയുടെ നടുവിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഈ യാത്രയുടെ ഭാഗമാവുന്ന റോഡ് ഷോ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നു. UDF നേതാക്കൾ പറഞ്ഞത് മാസ് ക്യാമ്പയിന്, അതായത് UDFന്റെ മാസ് ക്യാമ്പയിൻ, സംസ്ഥാനത്തുടനീളമുള്ള മാസ് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. ആ റോഡ് ഷോ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ വയനാടിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുന്നത് UDFന്റെ വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയുള്ള മത്സരത്തിലേക്കാണ് കാൽവെക്കുന്നത് എന്നുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളാണ് UDF നേതാക്കൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട് സമ്മാനിച്ചത്. അതായത് 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകി. ആകെ നൽകിയ വോട്ടുകൾ 7,06,363 എന്നുള്ള വലിയൊരു മാർജിൻ രാഹുൽ ഗാന്ധിക്ക് നൽകി. 2ാം സ്ഥാനത്ത് CPIയുടെ PP സുനീർ ആയിരുന്നു. PP സുനീറിന് 2,74,597 വോട്ടുകളാണ് CPIയുടെ PP സുനീറിന് ലഭിച്ചത്. BDJS NDA വലിയ ദുർബലമായ രീതിയിലേക്ക് ചുരുങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 78,816 വോട്ട്, അതായത് കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലെ അപേക്ഷിച്ച് 80,752 വോട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറവാണ് BJPക്ക് കിട്ടിയത്. എന്തായാലും വലിയ ജനപ്രവാഹം, ഈ പാതയിലുടനീളം വലിയ രീതിയിലുള്ള ആരവം, ജനസാഗരം, ഇതെല്ലാം തന്നെ സാക്ഷിയാകുന്നു. അല്പസമയം മുമ്പാണ് ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ആണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 15 മിനിറ്റ് മാത്രം ആണ് യാത്ര കളക്ടറേറ്റിലേക്കുള്ളത്. കൃത്യം 12 മണിക്ക് തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം കാണാൻ കഴിയുന്നു. പ്രിയങ്ക ഗാന്ധിയുണ്ട്, KC വേണുഗോപാലുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, MM ഹസനുണ്ട്, VD സതീശനുണ്ട്, മോൻസ് ജോസഫ് ഉണ്ട്, ഒപ്പം തന്നെ ടി സിദ്ദിഖുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അബ്ബാസ് അലി തങ്ങളുണ്ട്. അത്തരത്തിൽ UDF നേതാക്കൾ, ഈ മണ്ഡലത്തിന്റെ UDF നേതാക്കളുടെ പരിച്ഛേദം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ആവേശത്തിൽ പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. വലിയ ആവേശം പ്രകടമാണ്. റോഡ് ഷോയിൽ അത്രമാത്രം ആളുകളുടെ പങ്കാളിത്തമുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, കൽപ്പറ്റയിൽ നിന്നും, ബത്തേരിയിൽ നിന്നും, വണ്ടൂരിൽ നിന്നും, ഏറനാട്ടിൽ നിന്നും
മാനന്തവാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും അങ്ങനെ 7 മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത്. ആ 7 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഇവിടെ സംഗമിപ്പിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടുള്ള യാത്രയാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡുകൾ, മുഖചിത്രമുള്ള പ്ലക്കാർഡുകൾ, അതോടൊപ്പം ബലൂണുകൾ, വാദ്യഘോഷങ്ങൾ, ഇതിൻ്റെ എല്ലാം തന്നെ അകമ്പടിയിലാണ് ആ യാത്ര നടത്തുന്നത്. രാഹുൽ ഗാന്ധി വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധി അഭിവാദ്യം ചെയ്യുന്നു. അത്തരത്തിൽ വലിയ ആവേശത്തിൽ UDF ക്യാമ്പ് യാത്ര തുടങ്ങിയിരിക്കുന്നു. ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഒരു ജനസാഗരം രാഹുൽ ഗാന്ധിയുടെ ആ ജീപ്പിന് തൊട്ട് അരികിലായി ഒരു ജനസാഗരം രൂപപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം ആളുകളുടെ പങ്കാളിത്തം നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി വന്നപ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് അയോഗ്യത കൽപ്പിച്ച ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അത് വീണ്ടെടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അകമ്പടിയിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോ സംഘടിപ്പിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേർന്നത് ഈ വയനാട്ടിലെ വന്യമൃഗ മനുഷ്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ പടമലയിലെ അജിയുടെ വീട്, അതോടൊപ്പം തന്നെ പാക്കത്തെ പോളിന്റെ വീട്, വാഗേരിയിലെ പ്രജീഷിന്റെ വീട്, അത്തരത്തിലുള്ള വീടുകളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി എത്തി. അതായിരുന്നു ഒടുവിലത്തെ സന്ദർശനം. ഇക്കുറി ഈ വയനാടിനെ സംബന്ധിച്ച് സവിശേഷമാകുന്നത് ഇവിടെ മത്സര രംഗത്ത് ഉള്ളത് ആനി രാജയാണ് പ്രധാനപ്പെട്ട എതിരാളി. വോട്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിയല്ല ഇത്തവണ ഉണ്ടാവുക എന്നുള്ള ആത്മവിശ്വാസം LDFും പ്രകടിപ്പിക്കുന്നു. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ രൂപപ്പെട്ട് ഇന്ത്യ മുന്നണി പല സ്ഥലങ്ങളിലും പല പ്രാദേശിക തലത്തിലും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഇവിടെ UDF എന്നുള്ള സംവിധാനമാണ് LDFനെതിരെ മത്സരിക്കുന്നത്. രണ്ട് പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഈ ചില പ്രാദേശിക പ്രദേശങ്ങളിലെല്ലാം തന്നെ, അതായത് മറ്റ് ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അവർ നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇവിടെ ആനി രാജ മത്സരിക്കരുതായിരുന്നു എന്നുള്ളതാണ് UDF നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. അവർ പറയുന്നത് സിറ്റിംഗ് മണ്ഡലത്തിൽ, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ആനി രാജ മത്സരിച്ചത് എന്നുള്ള ചോദ്യം അവർ ഉയർത്തിയിരുന്നു. പക്ഷേ ഇവർ തിരിച്ചു ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ച് BJPക്കെതിരായ സന്ദേശമാണ് നൽകേണ്ടത്. അതായത് BJP നേതാക്കൾക്കൊപ്പമാണ്, അവിടെയാണ് BJP സ്വാധീന മേഖലകളിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് എന്നുള്ള തിരിച്ച് ഉള്ള മറുപടി LDFും ഉയർത്തുന്നു. എന്തായാലും വീറുറ്റ പ്രചാരണത്തിന് സാക്ഷിയാണ് വയനാട്. വളരെ വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നേരിട്ട് ഇവിടെ ഇല്ല എങ്കിൽ പോലും ഇവിടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, അതായത് പ്രാദേശിക തലത്തിൽ കൺവെൻഷനുകൾ നടത്തി. ആദ്യം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടത്തി, അതിനുശേഷം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. ബൂത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോവുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥിയായി ആനി രാജയെ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ആനി രാജ ഇവിടേക്ക് എത്തുകയും കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഇവിടെ ആനി രാജ ഇവിടെ കേന്ദ്രീകരിക്കുകയും ഇവിടെ എല്ലാ അർത്ഥത്തിലും, അതായത് പ്രാദേശിക തലത്തിൽ പോലും ഇറങ്ങിക്കൊണ്ട് പ്രചാരണം 2-ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ആനി രാജയുടേത്. ആ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ഒരിക്കലും LDF അത് പ്രതീക്ഷിച്ചതല്ല. രാഹുൽ ഗാന്ധി ഇവിടെയല്ല, മറ്റേതെങ്കിലും മണ്ഡലത്തിലാകും മത്സരിക്കുക എന്നുള്ളതാണ് അവർ ആദ്യഘട്ടത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നത്. ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അത് പ്രായോഗികമായില്ല എന്നുള്ളത് മാത്രമല്ല, രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ ജനവിധി തേടാൻ തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വയനാടുമായി ഒരു ഹൃദയബന്ധമുണ്ട് എന്നുള്ളതാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഹൃദയബന്ധം കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടായത് എന്നുള്ളത് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും യാത്ര തുടരുന്നു. അഭിവാദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി തുറന്ന വാഹനത്തിൽ തൊട്ടുപിറകിൽ പ്രിയങ്ക ഗാന്ധി, പിറകിലായി KC വേണുഗോപാൽ, VD സതീശൻ, മോൻസ് ജോസഫ്, MM ഹസൻ, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻനിരയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം
കടന്നു വരുന്നു. നൂറുകണക്കിന് ആളുകൾ ഒരു ജനസാഗരമായി മാറുന്നു. കൽപ്പറ്റ നഗരത്തിൽ നിന്ന് യാത്ര തുടരുന്നു. ആ യാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ അതോടൊപ്പം തന്നെ ബലൂണുകളേന്തി, രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകളേന്തി ഇങ്ങനെ യാത്ര തുടരുകയാണ്.